പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പിടയുന്ന സമയത്ത് നാലാമതായി അവൻ വിളിച്ചു പറഞ്ഞു, ഏലി ഏലി ലമാ ശബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. യേശു കുടിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞു, തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനു മുൻപ് നാലാമത്തെ മൊഴിയായി കർത്താവ് പറയുന്നുണ്ട്, ഏലി ഏലി ലമാ ശബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, സമൂഹം അവനെ കൈവിട്ടു, വഴിയമ്പലം അവനെ കൈവിട്ടു, സ്നാപക യോഹന്നാൻ അവനെ കൈവിട്ടു, പത്രോസും അവനെ കൈവിട്ടു. ഇപ്പോൾ ഇവർ കാൽവരി ക്രൂശിൽ കർത്താവായ ദൈവത്തിനെ വിളിച്ചു പറയുന്നു, എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത്? ഏലി ഏലി ലമാ ശബക്താനി. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അവൻ കൈവിട്ടത്? എന്തുകൊണ്ടാണ് പിതാവായ ദൈവം അവനെ കൈവിട്ടത്? ഇതൊരു പ്രവചനത്തിന്റെ നിവർത്തീകരണമായിരുന്നു. ഈ പ്രവചനം എടുക്കുന്നത് ലേവ്യ പുസ്തകത്തിലാണ്. ഈ ലേവ്യ പുസ്തകത്തിൽ മഹാപുരോഹിതൻ ഒരു ആടിന്റെ മേൽ എല്ലാ പാപവും ചുമത്തും. അതിന്റെ തലയിൽ കൈവച്ച് മഹാപുരോഹിതൻ എല്ലാ പാപവും ആ കൊറ്റനാടിന്റെ മേൽ ചുമത്തും. എന്നിട്ട് ഇടയന്റെ കയ്യിൽ കൊടുത്തുവിടും. എന്നിട്ട് ആ ഇടയൻ അതിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കും. അങ്ങനെ ആ ഇടയൻ ആ ആടിനെ മരുഭൂമിയിലേക്ക് വിട്ടയച്ചാൽ ആ ആട് മരുഭൂമിയിൽ ഇങ്ങനെ ആ പാപവും തലയിൽ ഏന്തിക്കൊണ്ട് നടക്കും. പക്ഷേ ആ ആട് മനസ്സിൽ കരുതുന്നുണ്ട്, എന്റെ ഇടയ നീ എന്നെ കൈവിട്ടത് എന്ത്? അതുപോലെ എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ വിളിച്ചു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? മറ്റുള്ളവരെല്ലാവരും കൈവിട്ടപ്പോൾ കർത്താവ് അവസാന ശ്വാസത്തോടെ പറഞ്ഞത്, എന്റെ പിതാവ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ കാൽവരി ക്രൂശിൽ അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവമേ